അപ്പോൾ ഈ കൊച്ചിയുടെ സൗന്ദര്യത്തിന്റെ ഒരു പ്രധാന മുഖം തന്നെയാണ് മറൈൻ ഡ്രൈവ്. വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമാണ്. ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. എന്താണ് അത്? ആ ഉത്തരത്തിന് പിന്നിലും ഒരു കാരണക്കാരുണ്ട്, ആ ഉത്തരവിന് പിന്നിലും ഒരു കാരണക്കാരനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇനി കൊച്ചിയുടെ സ്വന്തം മറൈൻ ഡ്രൈവ് കൂടുതൽ സുന്ദരിയായിരിക്കും. മറൈൻ ഡ്രൈവ് വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്നു എന്ന് കാണിക്കാനായി മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കമ്മിറ്റിക്ക് രൂപം നൽകാൻ കാരണം ഒന്നു മാത്രം. 2019 മറൈൻ ഡ്രൈവിന്റെ ശോചനീയാവസ്ഥ കണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നു. ചൂണ്ടിക്കാട്ടിയത് വെള്ളം കയറുന്നതുൾപ്പെടെ പല കാര്യങ്ങൾ. ഹർജി നൽകിയത് രഞ്ജിത്ത് ജി തമ്പി. 2015 തൊട്ട് നമ്മളൊരു 19 വരെയുള്ളൊരു പീരീഡ് നോക്കുമ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരു ടൂറിസ്റ്റിനോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നടക്കാൻ പോകുന്ന ആളുകൾക്ക് പ്രഭാത സവാരിക്ക് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അവിടെ ഇരിക്കാൻ ബെഞ്ചസ് ഉണ്ടായിരുന്നില്ല, ബെഞ്ചസ് എല്ലാം തകർന്നു കിടക്കുകയായിരുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിരുന്നു. 5 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ കോടതി കടുത്ത നടപടിയിലേക്ക് കടന്നു. കൊച്ചി മറൈൻ ഡ്രൈവ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്ന കമ്മിറ്റിക്ക് എറണാകുളം ജില്ലാ കളക്ടർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നീ അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് 4 ആഴ്ചയ്ക്കുള്ളിൽ രൂപം നൽകണം. 2019 മുതൽ വന്ന കോടതി നിർദ്ദേശങ്ങളിൽ പലതും ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു. 2019 തുടങ്ങിയ ഫൈറ്റാണ്, 6 വർഷമായി. അപ്പം ആ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒത്തിരി ഉത്തരവ് കിട്ടി. അതിൻ്റെ അകത്ത് നമ്മൾ പോലീസ് എയ്ഡ് പോസ്റ്റ് വന്നു, മറൈൻ ഡ്രൈവിൽ ഓക്കേഴ്സ് ഉണ്ടായിരുന്നു, അതായത് കയ്യേറ്റക്കാരുണ്ടായിരുന്നു, അവരെ ഒഴിപ്പിക്കാനുള്ള ഓർഡർ ഹൈക്കോടതി തന്നിരുന്നു. അതുപോലെ തന്നെ ബ്യൂട്ടിഫിക്കേഷൻ. അങ്ങനെ ആ 3 കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആണ്. മറൈൻ ഡ്രൈവ് ഭംഗിയായിട്ട് ഇനി മെയിൻറ്റെയിൻ ചെയ്യണം ഇനിയുള്ള കാലങ്ങളിൽ. അപ്പം ഫൈനൽ വെർഡിക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ ഒരു ഓർഡർ തന്നിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. 1. കമ്മിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തണം. 2. വർഷത്തിൽ 2 തവണയെങ്കിലും യോഗം ചേരണം. 3. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി പ്രോട്ടോകോൾ രൂപീകരിക്കണം. 4. ജനങ്ങൾക്ക് പരാതികൾ അറിയിക്കുന്നതിനായി സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഫോൺ നമ്പർ മുതലായവ നൽകണം. 5. ഉന്നയിക്കുന്ന പരാതികളിൽ നടപടിയെടുക്കണം. ഒരാളുടെ അധ്വാനത്തിന്റെ ഫലമാണ് മറൈൻ ഡ്രൈവിനെ കൂടുതൽ സുന്ദരിയാക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഹിയറിംഗ് കമ്മിറ്റി കൂടി പ്രാബല്യത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയെ മലിനമാക്കുന്നതിന്റെ അളവ് അല്പം കൂടി കുറയും. ക്യാമറമാൻ അഭിജിത്ത് AS-നൊപ്പം അൻമരിയ സനി, 24 കൊച്ചി.